നമസ്കാരം ഗൈസ്, ആർജിയാണ്. പുതിയ വീഡിയോ ഗൈസോ. ഇന്നത്തെ ഒരു ട്രാവലോഗാണ്. നിങ്ങൾ തമ്മിൽ കണ്ടാണ് ട്രാവൽ അങ്ങോട്ടാണ്. കാരണം രാവിലെ പ്ലാൻ ഇല്ലാതെ പറഞ്ഞാണ് കൂട്ടുകാരെ കാണാൻ വേണ്ടി പോകണം. പിന്നെ അതിനുശേഷം പ്ലാൻ ചെയ്യാൻ എവിടെയും പോകണമെന്നൊക്കെ പെട്ടെന്ന് ഓടാൻ സമയമില്ല. നമ്മുടെ കൂടെ കിച്ചു രാവിലെ 6 മണിക്ക് കിച്ചു വീട്ടിൽ വന്ന് കിച്ചു നമ്മളെ കൂടെ വരെയാണ്. കിച്ചു വരെയാണ്. ഞാൻ പോട്ടയിലാണ് മുന്നേ നിന്ന്. അതെ, നമുക്കെന്തായാലും പോകാം ഗൈസ്. ഓട്ടോ ഉണ്ട് രാവിലെ തന്നെ. അയ്യോ ഓടട്ടെ. ഇന്ന് ഞാനും ബ്ലാക്കാ ഗൈസ്. എങ്ങനെയുണ്ട് പൊളിയല്ലേ? കുറേ നാളുകൾക്ക് ശേഷം എനിക്കൊരു ബനിയൻ കിട്ടിയത്. ഇത് ഇപ്പോൾ എന്താ ട്രെൻഡായിട്ട് നിൽക്കുന്ന ബനിയനാണ്. കൃഷ്ണ ചേച്ചി തന്നതാണ്. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. നടന്ന് നമ്മുടെ താഴത്തെ ബസ് സ്റ്റോപ്പിലെത്തി. ഇങ്ങനെ തൊല്ലയാണ് ആർജെ. ആന്നേ ചുമ്മാ നമസ്കാരം മനുഷ്യരെ ചെവി പൊളിയും. അപ്പം എന്തായാലും നമുക്ക് ബസ് വരണ വെയിറ്റ് ചെയ്യാം. ബസ് വരട്ടെ. ബസ് എനിക്ക് ഹോസ്പിറ്റലിൻ്റെ അപ്പോൾ ബസ് വരെയാണ് നമുക്ക് പോകാം ഗൈസ്. മാവൻ തന്നെയാണ്. ഇനി ഇവിടെ നിന്ന് എവിടെ തിരുവനന്തപുരത്ത് നിന്ന് ബസ് സ്റ്റാൻഡിലെത്തി ഗൈസ്. ഇനി ഇവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ട് വരും. അവൻ വരുന്നതേ ഉള്ളൂ. നമുക്ക് പിന്നെ 10 മണിക്ക് പിന്നെ ബസ്സുള്ളൂ. അതുകൊണ്ട് നമ്മൾ നേരത്തെ രാവിലെ 7 ബസ്സിന് കയറിയതാണ്. എനിക്കാകെ ഉറക്കം ശരിയായിട്ടില്ല ഫുള്ള്. അപ്പം എന്തായാലും നമുക്ക് പോവാം. അടിപൊളി പാട്ടൊക്കെയാണ്. അപ്പം എന്തായാലും നമുക്ക് പോവാം. ആദ്യം ഇരുന്ന് ഉറങ്ങുക. കഴിഞ്ഞ പ്രാവശ്യം അവൻ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത്, ഈ പ്രാവശ്യം നമ്മൾ അവന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അവൻ വരും. രാത്രി കയറിയതാണ്. അപ്പം എന്തായാലും സമയമായി നോക്കാം. വിഷു വന്നിട്ടുണ്ട്. ഇവനാണ് നമ്മുടെ ഫ്രണ്ട്. ഇവനെ കൊണ്ട് കണേക്കുളം കൊണ്ട് പോകേണ്ടി ഇറങ്ങിയതാണ്. പക്ഷെ ഇവൻ വന്നപ്പോൾ നമ്മൾ ഇവനെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത്. ഇപ്രാവശ്യം നമ്മൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. എന്നാലും റീച്ച് ആയിട്ടുണ്ട്. പോവാം. ഫസ്റ്റ് നമുക്ക് കളിക്കവിടെ പോകേണ്ടത്. അപ്പോൾ വണ്ടി വന്നിട്ടില്ല. ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ബസ് നമുക്ക് കയറി പോവാം. ഇതിനേക്കാൾ 2 ദിവസം നെയ്യാറ്റിൻകരയാണ്. ഒരെണ്ണം കളിക്കൂടായിരുന്നു കയറി പോവായിരുന്നു. പക്ഷേ 2 നെയ്യാറ്റിൻകരയാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ബസ് വരട്ടെ. ഇപ്പം മുടി ശരിയായി. ഇതേടാ മുടി ശരിയായി. എന്ത് അതുണ്ട്. കന്യാകുമാരി വണ്ടി ഇങ്ങോട്ട് ബസ് ട്രെയിൻ ഉണ്ടാവും. നമ്മൾ നാഗർകോവിൽ റീച്ച് ആയിരിക്കുന്നു. വിഷ്ണു ആണെങ്കിൽ വന്നിട്ട് കാര്യം നടക്കാത്ത ദേഷ്യവും സങ്കടമായിട്ട് നിൽക്കുകയാണ്. എന്തൊരവസ്ഥയെന്ന് നോക്കണം. ആകെ മൂഞ്ചലാണ്. മൂഞ്ചിപ്പോയോ. എന്താ പോയിട്ട് വരാം. നമ്മളപ്പം കഴിക്കവടെ കിടന്ന് തെണ്ടേണത്. അവിടെ മാർക്കറ്റാണ് നേരെ കാണുന്നത്. ആദ്യം ഇവിടെ നിന്ന് നേരെ ബാത്റൂമിൽ പോയിട്ടുണ്ട്. ഫ്രണ്ടുമായിട്ട് പോയിട്ട് വരട്ടെ. ഞാനിവിടെ പോസ്റ്റാണ് നോക്കാം. ഇവിടെ നിന്ന് നമ്മളെവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞത് കന്യാകുമാരി കൊണ്ടുപോകുന്നത്. ഇവിടെ കൊണ്ടുപോകണം. പോയിരിക്കും. അവ കുഴപ്പമില്ല. നമുക്ക് പോയിട്ട് വരാം. നമ്മൾ കന്യാകുമാരി വണ്ടിയിലേക്ക് വെയിറ്റ് ചെയ്യണം. തേങ്ങ അറിയിക്കുന്നത് കന്യാകുമാരി വണ്ടി വന്നു. വണ്ടി കണ്ടുപിടിച്ചു ഗൈസ്. വിഷ്ണു വണ്ടി കണ്ടുപിടിച്ചു. കന്യാകുമാരി വണ്ടി. $45 മിനിറ്റ് ആകും. ഇത് തമിഴ്നാടാണ്. നമ്മളെ കേരളത്തിലല്ലേ ബസ്സിനൊക്കെ പൈസ കൂടുതൽ. ഫൈനലി ഗൈസ് നമ്മൾ ബസ് കയറി. ആർജങ്ങും ബാക്കിൽ ഇരിപ്പുണ്ട്. ഞാൻ ഇവിടെ ഫ്രണ്ടിലാണ്. നമ്മൾ എനിക്ക് കാഴ്ചയൊക്കെ കണ്ടിരിക്കാം. ആ സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഫുള്ളും മലയാണ്. അടിപൊളി കാണാൻ വേണ്ടിയിട്ട്. ആ മല ഒരു വേറെ ഭംഗി. ആട് വെട്ടാൻ വേണ്ടി നിർത്തിയിരിക്കുന്നത് പൊളി. നല്ല രസമാണ്.
വേറെ ഏതോ സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട്. വേറെ സ്റ്റാൻഡ് വെച്ചിട്ട് ഇത് ഏത് സ്റ്റാൻഡ്? ഇത് നാഗർകോവിൽ വളശ്ശേരി. ഓക്കെ, നമ്മളവിടെ എത്തിയതേ ഉള്ളൂ ഗൈസ്. ഇനിയും പോകാനുണ്ട്. പക്ഷെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് കേട്ടോ അവിടെ നാഗർകോവിൽ. സൂപ്പർ. നമ്മളങ്ങനെ നാഗർകോവിൽ കഴിഞ്ഞ് പോവുകയാണ് ഗൈസ്. എവിടെ എത്തും എങ്ങനെയെന്ന് അറിഞ്ഞൂടാ. സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി കാഴ്ചയെ കാണാമായിരുന്നു. ഇഷ്ടം പോലെ അടിപൊളി കാഴ്ചകളുണ്ടായിരുന്നു കാണാൻ വേണ്ടി. പറഞ്ഞ വഴിക്കേണ്ട റെയിൽവേ പാടവും കൂടി ക്രോസ് ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെ ഒരു ആറ്റിൻ്റെ നടുക്ക് പശുക്കൾ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് കാണാനും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. എന്തായാലും നമുക്ക് പോവാം. പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അടുത്തുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഇവിടെയും. റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും തന്നെ. കേരളത്തിൽ നിന്ന് തന്നെ, തമിഴ്നാട്ടിൽ നിന്ന്, കർണാടകയിൽ നിന്ന് എല്ലായിടത്തും റോഡ് പണി കാരണമുള്ള ബ്ലോക്കേ ഉള്ളൂ. ഇപ്പം എത്തേണ്ടായിരുന്നു, ഇനിയും പോകാനുണ്ട്. അപ്പോൾ ബസ്സിൽ ഞാനും ഡ്രൈവറും അങ്ങനെ ഞങ്ങൾ 5 പേരേ ഉള്ളൂ ബസ്സിൽ. നമ്മൾ പോവേണ്ടതിന് 5 കിലോമീറ്റർ കൂടി ഉണ്ട്. പോയിട്ട് വരാം. നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേസ് 5 കിലോമീറ്റർ. എന്നിട്ട് വിഷ്ണു ഞങ്ങൾ ഫുഡ് കാണിച്ചു തന്നു. ആദ്യം ഇവിടെ തട്ട് ഇവിടെ ഇടും. ഓ വാ റെസ്റ്റ് ഇല്ലാത്ത തട്ടാണ് ഇവിടെ രണ്ടുപേരും കൂടി. ഞാനിവിടെ ഊണാണ്, സാധാ ഊണ്. എന്തായാലും ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് പോവാം. ഫുഡൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ കന്യാകുമാരി റോഡ് വഴി അത് വിളവരാന്തെന്ന് പറയുന്നത് വലിച്ചു വലിച്ച് കിടക്കുന്നത് നമ്മളിങ്ങനെ നടന്ന് പോവേന്ന്. ഇതുവഴി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ സ്ലോ മോഷനിൽ തന്നെ കണ്ട ടൂറിസ്റ്റ് ഏരിയ ആണെന്ന് തോന്നുന്നു. അതാണ് സ്വാമി വിവേകാനന്ദ സ്വാമിയുടെ എന്തോണ്. ആദ്യം എവിടേക്ക് ഇങ്ങോട്ട് വാ. അത് വിവേകാനന്ദ സ്വാമി ഇതാണ്. ഇങ്ങോട്ട് വാ. അല്ല അത് കയാളെന്നോണ്ടാ അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? ചുമ്മാ വെറുതെ പൈസ കളയാൻ വേണ്ടിയിട്ട്. ഇതിലുണ്ടല്ലോ വേറെ. അവിടെ അതേ ബനിയനൊക്കെ വെക്കുന്നുണ്ട്. നീ വേണമെങ്കിൽ ഒരു ബനിയൻ വാങ്ങിച്ചിട്ടോ. ശംഖ് ഇവിടെ പിള്ളേരൊക്കെ ഒരു സൈക്കിളിൽ പിള്ളേർ അടി കൂടുന്നു. കഷ്ടം. പൊളി കേട്ടാ പോകും. ഒരു മിനിറ്റ്. ഇതുപോലങ്ങളിൽ ഇങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇത്തിരി പണി ഉണ്ട്, ഇല്ല എന്നല്ല. ബട്ട് അക്വേറിയം അത് നീ ചോദിക്കുന്ന എന്തിന്? ഞാനെന്താ പൊട്ടനാ? ഗൈസ് ഗോലി സോഡ. നീ നോക്ക് ഗൈസ്, അടിപൊളി ഗൈസ്, അടിപൊളി. നേരത്തെ തിരിച്ചു വരുമ്പോ മേടിച്ചു തരണം. മുടിഞ്ഞു ഞാൻ കൊള്ളാം. പൈസയുടെയൊക്കെ ശങ്കുണ്ട്. 100 രൂപ പോയിട്ട് തിരിച്ചു വരട്ടെ. 100 രൂപ. സ്കൂളിൽ നിന്നൊക്കെ പോണ പിള്ളേരെ കൊണ്ട്. സ്കൂളിൽ നിന്ന് പിള്ളേരെ. അയ്യോ, എൻ്റെ കയ്യിൽ 5ൻ്റെ പൈസ ഇല്ല. ഇല്ല അമ്മേ, സത്യമായിട്ടും ചേച്ചി ഒന്നുമില്ല ചേച്ചി, സത്യം. അയ്യോ തല. അല്ലല്ല, തല സർജറി കഴിഞ്ഞ തലയിൽ ബോണില്ല, അതാണ് പെട്ടെന്ന്. ഇവിടെ തലോട്ടിയില്ല, അതാ. വിഷ്ണു ഇട്ടിട്ട് പോയി ഗൈസ്. ഇവിടെ ഇഷ്ടംപോലെ കളറാണ്. കരിപ്പെട്ടിയൊക്കെ ഇരിക്കുന്നു. എനിക്ക് ചെറിയ കരിപ്പെട്ടി, വലിയ കരിപ്പെട്ടി, അങ്ങനെ കരിപ്പെട്ടി. ടാറ്റു സ്റ്റുഡിയോ ദേ പോണണ്ട. വിഷ്ണു സ്പീഡിന് പോവേണ്, ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞിട്ട്. അയ്യോ ദൈവമേ. ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നല്ല തിരക്കുണ്ട് ഗൈസ്. അടിപൊളിയാണ്. നല്ല കാറ്റും, അടിപൊളി കാറ്റൊക്കെയാണ്.
ആദ്യയുടെ ഫോട്ടോ എടുത്ത് തകർക്ക് വരട്ടെ ഒരു പോലെ. അപ്പോൾ കഴിച്ച് നമ്മൾ കന്യാകുമാരി എത്തി. നമ്മളെ വിവേകാനന്ദൻ്റെ സ്റ്റാച്ചു താഴെ അങ്ങോട്ട് പോകുന്നില്ല, അങ്ങോട്ടേക്ക് പോകാൻ പൈസ ഇല്ല. ഇവിടെ നിന്ന് സ്റ്റാച്ചു കൊണ്ട് തിരിച്ചു പോകാം, ബസ്സിന് കൊണ്ട് തിരിച്ചു കൊണ്ട് പോകുന്നത്. നമ്മൾ ട്രെയിനിന് വന്നിട്ട് തിരിച്ച് ട്രെയിൻ വന്നതും ബസ്സിലാണ് തിരിച്ച് ട്രെയിനിന് പോകാൻ പ്ലാനാക്കി നോക്കാം. ഇവിടെ തന്നെ കൊള്ളാം, അടിപൊളി കേസ്. നമ്മളിവിടുന്ന് നടന്ന് അവൻ നമ്മളെ ബോട്ടിൽ അവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് അപ്പം കൊണ്ടുപോട്ടെ, നമ്മൾ പോവേനും. ആർജയും വിഷ്ണു വെള്ളം നനഞ്ഞില്ല കേസ്, ഞാൻ മാത്രം നനഞ്ഞോളൂ. ഇപ്പം നല്ല രസമാണ് കേട്ടോ, നൈസ്. അതാണ് വേൾഡ് നമ്പർ 1 ഡാറ്റി ഫുഡാണിത്, പാനിപൂരി. പോട്ടെ, വിഷ്ണു തോ പോണു. ആദ്യം സ്പീഡ് നടക്ക്, വിഷ്ണു തോ പോണു. നൈസാണ്. അവിടെ നിന്നാണ് കൈ നോക്കിക്കണ തത്ത, കൈ നോക്കണ തത്ത, എവിടെയും തത്ത. ഇതേ ജങ്കാറ് വന്നിട്ടുണ്ട്, അടുത്ത ബോട്ട് വന്ന് കിടക്കുകയാണ്. ശങ്കർ പോയി അങ്ങനെ ഇവിടെ ശങ്കൊക്കെ ഉണ്ട്. ഞാൻ എടുത്തോണ്ട് ഇതിപ്പോൾ ആർക്കെങ്കിലും ചോദിച്ചു നോക്കുന്നത് ഇങ്ങനെ ബോട്ട്സ് സർവീസ് എവിടെയാണ് എങ്ങനെയാണെന്ന് നോക്കണം. ഇതിപ്പോൾ ഒരു കോഴി ഇല്ല, അവൻ അങ്ങോട്ട് പോകാനുള്ള വഴി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അവിടെയാണ്, അവിടെ പോകാനുള്ള അവിടെ വണ്ടി വന്ന് കിടപ്പുണ്ട്. മീൻസ് ചെങ്കാറുണ്ട്, നോക്കാം. ആടാ നമ്മളിങ്ങനെ പോവാം. ഫുള്ള് ഹിന്ദിക്കാരാണ്. സ്ട്രീറ്റ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ പളഞ്ഞി പോയ പോലത്തെ ഒരു ഇതാണ്. നിരാശനായിട്ട് നിൽക്കുകയാണ് വിഷ്ണുവിന് കാണാൻ വേണ്ടി പറ്റൂല. എന്തായാലും പോകാൻ പറ്റാത്ത നിരാശയിലാണ്. ആർജെ ഇവിടെ നിരാശപ്പെട്ടിരിക്കുകയാണ്. എന്തിരുന്നോ ഏനാടാ എന്റെ പൊന്നോ, ഇന്ന് സൺസെറ്റ് ഇവിടെ നിന്ന് കാണാം. പാട്ടിമാ അത് നടക്കാൻ വയ്യ, കാറ്റുണ്ട്. അപ്പൊ കിട്ടും നടക്കും. വിഷ്ണുവിന്റെ ആയുസൊക്കെ ഒരുപാടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞു. ഓ പൊച്ചിറക്കുമ്പോൾ പൊച്ച വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവന്റെ ജോസ് നോക്കാം, അവന്റെ കയ്യിൽ കഷ്ടകാലം പറഞ്ഞത് എന്ത് ചെയ്യാനാണ്. പൈസ ജോലിയല്ല പൈസ
എന്നെ നോക്കിയോ, അവളെന്നെ നോക്കിയോ ഗൈസ്. എടാ നിഷോ, എനിക്ക് മറ്റുള്ളവർ പറഞ്ഞ വിശ്വാസമില്ല. എനിക്ക് ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ ജീവിക്കണം. ചിത്ര ചിത്തിര 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 ചിത്തിരൈ. രാജേഷ് രാജേഷ്. ആ തത്തമ്മ എനിക്ക് വിളിച്ചിരുന്നു. கடலை கூட கண்டுபிடிச்சிடலாம். നമ്മള് അവിടെന്ന് ആൾക്കാര് അവിടെ ഉണ്ട്. അവിടെന്ന് ആൾക്കാരെ കൂട്ടിക്കൊണ്ട് പോവേണ്. ഭയങ്കര കാറ്റ് കിട്ടാം. ആചയും വിഷ്ണു താഴേക്കും പറന്നു പോകുന്നു. ഭയങ്കര കാറ്റ്, ഭയങ്കര കാറ്റ്. പക്ഷെ നല്ല രസമാണ്. സുനാമി പാർക്കിൽ പോവാണ്. സുനാമി പാർക്കിൽ എന്തൊക്കെയാണ് നോക്കാം. മെമ്മോറിയൽ പാർക്ക് അവിടെ പോയി നോക്കാം. സുനാമിയുടെ മെമ്മറി ആയിട്ട് എന്തൊക്കെ വെച്ചിട്ട് നോക്കാം. ഇവിടെ സുനാമിയുടെ മെമ്മറി ആയിട്ട് വെച്ചിരിക്കുന്ന സംഭവങ്ങൾ എന്താണ് ഉള്ളത്? സുനാമിയുടെ മെമ്മറി ആയിട്ട് ഒന്നുമില്ലല്ലോ, വെറുതെ ഇരിക്കാൻ വേണ്ടിയാണോ? സുനാമിയുടെ മെമ്മറി ആയിട്ട് വന്ന് വെറുതെ ഇരിക്കാനുള്ള ഓപ്ഷനാണെന്ന് തോന്നുന്നില്ല. അതായിക്കോളൂ. ഇപ്പോൾ ഹര ഹര ജയ ജയശങ്കർ, ജയ ജയശങ്കരാണ് സുനാമിയുടെ മെമ്മറിയൽ പാർക്ക്. എന്ത് പറയും ഇതിന് ഭേദം? ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടാവും. അല്ല വല്ല മെമ്മറിയൽ പാർക്ക് മെമ്മറി എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടാവും വിചാരിച്ചു. സംഭവം വെറുതെ മതപരമായിട്ട് എന്ത് സംഭവം സെറ്റാക്കി വെച്ചു. നല്ലത് സുനാമിയെ കൊണ്ട് മതപരമായി കളഞ്ഞു കഴിച്ചു. സുനാമി പാർക്കായിട്ടേ ഞാൻ പക്ഷെ സുനാമി മെമ്മറിയൽ പാർക്ക് പറയുമ്പോഴേ തേങ്ങനെ കൊണ്ട് ശല്യമാണ് കേസ്. ആ കയറി കയറി കയറി. ചെക്കനെ പേടിച്ച് ഇറക്കി വിട്ട് ആ പയ്യനെ പേടിച്ച് ഇറക്കി വിട്ട് തേങ്ങ ഒന്ന് കയറാൻ വേണ്ടി കയറി ഇറങ്ങാണ് കേസ്. തേങ്ങ ഇങ്ങനെയൊക്കെയാണ്. തേങ്ങ എടുത്തൊക്കെയാണ് തേങ്ങയുടെ ഓരോ ഹോബികൾ. ആ പാവം പയ്യനെ പിടിച്ച് പേടിച്ച് ഓടിച്ചു വന്നു. ആ പയ്യൻ അവസാനം അമ്മയെ വിളിച്ചോണ്ട് വന്നു. അവൻ അമ്മയെ വിളിച്ചോണ്ട് വന്നു ഇറങ്ങിയത് വേണ്ടാ. അവൻ അമ്മയെ വിളിച്ചോണ്ട്. അപ്പോൾ ഞാൻ മെമ്മറി ആയിട്ടുള്ള മെമ്മോറിയൽ പാർക്ക് അടിക്കുന്ന വെച്ച് വന്നു. പക്ഷേ ഇവിടെ അങ്ങനെ സുനാമിയുടെ മെമ്മോറിയലായിട്ട് മെമ്മോറിയൽ പാർക്കായിട്ട് പറയാനായിട്ടൊന്നുമില്ല കേസ്. ജസ്റ്റ് വെറുതെ ഒരു സെറ്റപ്പ് വെച്ചിട്ട് പാർക്ക് പോലെ ചെറിയൊരു പാർക്ക് പോലെ അത്രേ ഉള്ളൂ. പേര് വന്നിട്ട് സുനാമി മെമ്മോറിയൽ പാർക്ക് കൊണ്ട് എഴുതിച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും വരത്തില്ല. അതെ അതെ. ഇവനോട് വിഷ്ണുവാണെങ്കിൽ ഇവിടുത്തെ തെരുവുകളുടെ ഓരോ സംഭവം നോക്കിയിട്ട് വിലവേശാനും നോക്കാൻ ശ്രമിക്കും. വിലവേശം അറിയാൻ പാടില്ല. എന്നിട്ട് അവർ വില പറയും 250 പറയും. അമ്മ ലാസ്റ്റ് പൈസ വഹിക്കും. അപ്പോൾ ഒരു 150 പറയും. അവസാനം 200 രൂപ സാധനമായിട്ട് വരും. ആണ് ഇവൻ്റെ അവസ്ഥ. ഇവന് വിലവേശം അറിയാൻ പാടില്ല. നമ്മളെന്തായാലും ഭക്ഷണം വയ്ക്കാൻ പോകണം. അവിടെ സംഭവങ്ങളാണ്. ഇവിടെ ഫുള്ളും കച്ചവട സ്ഥലങ്ങളാണ്. കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കുന്ന കേസ്. സൺഗ്ലാസ് നോക്കട്ടെ. നമ്മുടെ ഫുള്ളും അടിപൊളിയാണ് കേസ്. ഇവിടുത്തെ ഒരു വൈബ് തണുത്ത കാറ്റാണ് കേസ് ഇവിടെ. അത് പറയാം കാര്യം. എന്തൊക്കെ തന്നെ വൈകിട്ടാകുമ്പോൾ നല്ല കാറ്റും കാണാനായിട്ട് പൊളിയാണ് ഇവിടെ. ഇവിടെ ബസ്സും ലോറിയൊക്കെ ഉണ്ടെന്നാണ് വിഷയമാണത്. എവിടെയാണ് ബസ്സും ലോറി? ഓഹോ, അവിടെ റോഡ് സൈഡ് നിൽക്കുന്നത് മാറി ഇപ്പം ഇതാക്കിയാണ്. അങ്ങനെ ഞാൻ വിചാരിച്ച് അത് ബസ് ലോറി വന്നു വെച്ചു. ആ റോഡ് സൈഡ് നിൽക്കുന്നത് ബൊമ്പാളെ കണ്ടിട്ടാണ് ബസ് ലോറിയായിട്ട് ഇതാക്കിയത്. അത് എന്നെ ആക്കിയാന്ന് തോന്നുന്നു. നമ്മളെന്തായാലും സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നടക്കുവാണ്. ഇന്ത്യയുടെ അറ്റമാണ് ഇപ്പോൾ സൺസെറ്റ് കാണാൻ പൊടിയാന്നൊക്കെ കൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്നാണ്. പോയി നോക്കട്ടെ. എന്താ ഇന്ത്യയുടെ അറ്റല്ലേ സൺസെറ്റ് കാണാൻ പറ്റുമോ? ഇഷ്ടം നീ ചോദിച്ചാൽ മാല വെച്ച് എത്ര ഇവിടെ സൈഡ് ചെറിയ കച്ചവടങ്ങളാണ് ഫുള്ളും. നമ്മൾ മെയിനായിട്ട് പ്ലാൻ ചെയ്യുന്നത് ആ സർക്കിളിൻ്റെ മുകളിൽ പോകാൻ. അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, സർക്കിൾ റൗണ്ട് ബിൽഡിങ്. അപ്പോൾ അതിൻ്റെ മുകളിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നത്. അങ്ങോട്ട് പോകുമ്പോഴേ ഇങ്ങനെ ഓടുന്നത് സൂര്യൻ
അത്രയും കൊണ്ട് നടക്കും. അല്ലാതെ കാണാൻ പറ്റും. ശരിക്കും സൺസെറ്റ് കാണും അടിപൊളി സൺറൈസ് എന്നാണ് എല്ലാവരും പറഞ്ഞത്. അവിടെ എന്നാലും വൈകിട്ടായിട്ട് സൺസെറ്റ് കാണാനല്ല, അതിനുവേണ്ടി നല്ല പോണത് കാണും. കഴിച്ചിട്ട് അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. കഴിച്ചിട്ട് ഈ ബിൽഡിങ്ങിന് മുകളിൽ പോയിട്ട് കാണാൻ ഇവിടെ നടന്നിട്ട് അപ്പം അതിന് മുകളിലേക്ക് പോകേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി മിഷൻ്റെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അതുപോലെ നടക്കട്ടെ. എനിക്ക് അവരുടെ സ്പീഡിൽ നടക്കാൻ എനിക്ക് വയ്യാത്തല്ലേ, പതുക്കെ പോകത്തുള്ളൂ. 6 വർഷം പതുക്കെ നടക്കാം. അത് അങ്ങനെ വരുന്നുണ്ട്. നിങ്ങളൊക്കെ നടക്കുന്ന സ്പീഡിൽ എനിക്ക് നടക്കാൻ പറ്റില്ല. എൻ്റെ സ്പീഡ് വളരെ കുറവാണ്. ആണ് വേറൊരു പ്രശ്നം. കുഴപ്പമില്ല. എങ്കിൽ നമുക്ക് പതുക്കെ മലയുടെ മുകളിൽ അത് കറങ്ങി മുകളിൽ കയറുന്ന സംഭവമാണ്. അതിനൊക്കെ ഞാൻ ചാവ് പോലെ അവിടെ കിളമ്പിക്കും, തേങ്ങ വയ്ക്കും, മാറ്റം വയ്ക്കുന്നു. നമ്മൾ വ്യൂ ടവറിന്റെ മുകളിൽ പോണ്. സംഭവം ഒരാൾക്ക് 15 ലക്ഷം എൻട്രി ഫീസ് ഉണ്ട്. അങ്ങനെ ടവറിന്റെ മുകളിൽ പോണത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പോയി നോക്കാം. നല്ല വ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. നിഷ് ആദ്യം ഓടി പോയി. ഇത് കൊറോണ്ടല്ലേ കേട്ടിട്ടില്ല. എത്ര നേരം എന്നെ ലിഫ്റ്റ് പോലില്ല. ലിഫ്റ്റ് ആണെങ്കിൽ 15 രൂപ ഓക്കെ ആയിരുന്നു. ലിഫ്റ്റ് ഒന്നും ഇല്ല. ആണ് കഴിച്ചില്ല. വഴിയിലിരിപ്പാണ്. തേങ്ങ പോയി. തേങ്ങ കാണാനില്ല. തേങ്ങ കൊണ്ടിട്ട് പോയാ തേങ്ങ അവിടെ നിൽക്കണം. തേങ്ങ അവിടെ നിൽക്കണം. ഒറ്റയ്ക്ക് സ്ഥലം പിടിച്ച് തേങ്ങ അവിടെ സ്ഥലം പിടിച്ചു വിടുക. തേങ്ങ അവിടെ സ്ഥലം പിടിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങോട്ട് പോകണം. സംഭവം 15 രൂപയ്ക്ക് ഓക്കെയാണ്. പക്ഷെ ലിസ്റ്റിനകത്ത് വാങ്ങി വേണ്ടത് സൂര്യനടുപ്പി. കാണാൻ പൊളിയാണ്. രക്ഷയില്ല. എന്ത് രസമെന്നറിയാമോ? കുറച്ച് കഴിയുമ്പോൾ നോക്കാം. ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ കയറി വന്നാൽ കാണിച്ചു തരാൻ പറ്റും. എപ്പോഴും ആൾക്കാർ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ സൺസെറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൂര്യൻ ഇങ്ങനെ താന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. പൊളിയാണ് നമ്മുടെ സൂര്യൻ വരുന്നതേ വരട്ടെ. സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ എന്തോ ക്യാമറയിൽ കാണാൻ വേണ്ടി വലിയ ഇതായിട്ട് തോന്നുന്നില്ല. ഈ സൺസെറ്റ് കാണാൻ വേണ്ടി താഴെ കണ്ടിട്ട് ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമ്മളിവിടെ നിന്ന് പോവുകയുണ്ട്. ഇങ്ങനെ കാറ്റാണ്. അതാണ് മുകളിൽ നിന്ന് താഴത്തോട്ട് പോകണം. ഏറ്റവും മുകളിലാണ് കണ്ടോ. പൊളിയല്ലേ. നമ്മളെ ഇവിടെ നിന്ന് അങ്ങനെ നോക്കാം. ഒരു രസമാണ്. നമ്മള് പാടം ലേറ്റായി. അടിയിലോട്ട് നോക്കുമ്പോണ്ടല്ലോ പൊളിയാണ്. ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ തുറപ്പ് കൊണ്ടുവന്ന് ചൂലൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് തൂക്കിറക്കിട്ട് എല്ലാവരും പോകാം. അപ്പോൾ നമ്മൾ കന്യാകുമാരിയിൽ നിന്ന് തിരിക്കാനുള്ള പ്ലാൻ ചെയ്ത് കുറച്ച് നേരമെങ്കിലും അവിടെയും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഇവിടെ ഉള്ള കച്ചവടങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ പൊളിയാണ്. കയ്യിൽ കാശുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോവാം. പക്ഷേ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. ഒരുപാട് സാധനം ഇഷ്ടപ്പെട്ടു, പക്ഷേ എല്ലാ സാധനം വാങ്ങാൻ പറ്റില്ല. കണ്ട് ആണോ തേങ്ങ ഇപ്പോഴേ പറഞ്ഞു തുടങ്ങി, പരാതി തുടങ്ങി. പിന്നെ ഒരു പാവം വാങ്ങിച്ചു തരണം, ആ പാവം വാങ്ങിച്ചു തരണം, ഈ പാവം വാങ്ങിച്ചു തരണം തുടങ്ങി. ഇപ്പോഴേ കളിച്ചു തുടങ്ങി. ഇനി പെട്ടെന്ന് പോവാം, അല്ലേ ശരിയാവില്ല. നടന്നു പോവാണ്. ഇവിടെ ഇനി വേറെ എവിടെയും പോയി കാണാമെന്നുള്ള സ്ഥലം. നമുക്ക് ബസ് സ്റ്റാൻഡ് എടാ ബസ് സ്റ്റാൻഡിൽ പോകണതോ റേഡിഷൻ പോകണോ? ബസ് സ്റ്റാൻഡാ.
നമുക്കിനി ബസ് സ്റ്റാൻഡിലേക്ക് പോകണത്. ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നത് കുറേ ദൂരം ഉണ്ടെന്ന് പറഞ്ഞിടാ. നമ്മളങ്ങനെ ബസ് വന്നപ്പോൾ ബസ് സ്റ്റാൻഡിൽ പോകുമ്പോൾ ഇവിടുന്ന് വഴിയിലിറക്കി തന്നിട്ട് പോയി. അതുപോലെ ഇനി വഴിയിൽ നിന്ന് ഒരു ബസ് കിട്ടും പറഞ്ഞിടാ. തിരുവനന്തപുരത്തേക്ക് ബസ് ഇറങ്ങാൻ തരും. നോക്കാം എപ്പോഴാണ് ബസ് കിട്ടുമെന്ന് പറഞ്ഞിടാ. നേരത്തെ കിട്ടിയാൽ അടിപൊളിയായിരിക്കും. എന്തായാലും രാത്രി നമ്മൾ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അവിടുത്തെ നമ്മൾ ലോക്കാണ്. നമ്മൾ തിരുവനന്തപുരത്ത് ഡോർമെട്രിയുടെ അടുത്ത് സ്റ്റേ അടിച്ച് നിൽക്കേണ്ടിരും. എന്നിട്ട് വീട്ടിൽ പോയിട്ട് നാളെ രാവിലെ. അല്ലാതെ നമുക്ക് നാളെ രാത്രിക്ക് വീട്ടിൽ ചെന്നാൽ ബസ്സൊന്നും ഇല്ല അങ്ങോട്ട് പോകാനായിട്ട്. ആണ് വേറൊരു സീൻ. ഇതാണ് ഒരു വണ്ടി ഇല്ലാത്തതാണ് പ്രശ്നം. ഒരു വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് തിരുവനന്തപുരത്ത് വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ച് പോയിട്ട് തിരുവനന്തപുരത്തിന് എടുത്തിട്ട് പോകുമായിരുന്നു. വണ്ടി ഇല്ലാത്ത ബുദ്ധിമുട്ട്. നമ്മളൊക്കെ പോവാം. സ്ട്രീറ്റൊക്കെ ഫുള്ളും രാത്രി സമയത്തും ബിസിയൊക്കെ ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ. അപ്പോൾ രാത്രി സമയത്തായാലും ബിസിയൊക്കെ ആയിരിക്കും. എന്താണ് നമ്മൾ നടന്നു പോകുന്നത് തിരിച്ച് വീട്ടിൽ പോകണം. വീട്ടിൽ പോകണം. ബസ് സ്റ്റാൻഡ് പോകണം. ബസ് സ്റ്റാൻഡ് എവിടെയാണ് ഇവിടെ? ഇവിടെ ലെഫ്റ്റാ? ആര് പറഞ്ഞു? ആ നീയൊക്കെ നോക്കിയായിരുന്നാ? നമ്മൾ ലെഫ്റ്റ് ബസ് സ്റ്റാൻഡിൽ പോയി നോക്കാം. കറണ്ട് വന്നത് നേരത്തെ കറണ്ട് പോയി. ആ ഭയങ്കര ഇതായിരുന്നത് ഡിമ്മായിരുന്നത്. ഇപ്പോൾ നമ്മൾ നടന്നു പോകാം. അതിൽ വീണ്ടും പോയാൽ അത് ജനറേറ്റർ മാറ്റിയാൽ തോന്നുന്നു. ഫോർ സൈറ്റ് ഒന്നും പോയി. ആ കടയിൽ ലൈറ്റ് മാത്രമേ ഓഫായിട്ടുള്ളൂ. അത് ജനറേറ്ററിന് സ്കാലറിലേക്ക് സ്വിച്ച് ആക്കാൻ നോക്കിയാണ്. വിഷ്ണു നമുക്ക് വേണ്ടി ചായ വാങ്ങിച്ചിട്ട് വേണ്ടി പോവാണ്. അവിടെ പറഞ്ഞ് ചായ കുടിക്കാൻ വന്നു. ചായ കഴിക്കാൻ വേണ്ടി പോവാം. അതെ വെറുതെ രസം. ഇവിടെ വരുന്നവർക്ക് ഇനി ഇവിടുത്തെ കടയിൽ വാങ്ങിച്ചു കുടിക്കാൻ വേണ്ടി നല്ല കടയാണെന്ന് അറിഞ്ഞിട്ടല്ലോ. എന്നെ ഇങ്ങോട്ട് വാ. ഇവിടെ എനിക്ക് പണിക്കാശ് ഉണ്ടാക്കുന്നുണ്ട്. തേങ്ങ എനിക്ക് ചിലവാക്കാനുള്ള പ്ലാനാണ്. നമ്മളിങ്ങനെ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വിഷ്ണു ഇവിടെ നിന്ന് ബാർഗണിങ് ചെയ്തോണ്ടിരിക്കുന്നു മാമന്റെ അടുത്ത്. അപ്പം അവൻ ഐഡിയോളെ മാത്രം വാങ്ങിച്ചോളൂ. അപ്പോൾ കഴിച്ച് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ് സ്റ്റാൻഡിലേക്ക് പോകാം. ഓട്ടോറിക്ഷ പിടിച്ചാൽ ഓട്ടോറിക്ഷ കൊടുത്ത് കാശ് വേണം. അപ്പോൾ നടന്നു പോകാമെന്ന് വെച്ചു. നടന്നു പോയിട്ട് വരാം. അമ്പലത്തിലാണ് ഈ പാട്ട്. അമ്പലത്തിലാണ്. അമ്പലം ചെറിയ അമ്പലം നമ്മുടെ ഇവിടെയൊക്കെ ഇട്ട്. അപ്പോൾ കഴിച്ച് നമ്മൾ നടന്ന് പകുതി ആയില്ലല്ലേ. ഇനിയും കൂടെ പോകണമെന്നുണ്ടോ ഞങ്ങൾ? ആ അടിപൊളി. അപ്പോൾ ഇനിയും കൂടെ നടക്കണം. അതേപോലെ ഓട്ടോ പിടിച്ച് പോയാലും 1.5 മണിക്കൂർ നടക്കാനാ? എന്താ സ്റ്റാൻഡിൽ നിന്ന് വിടുന്ന കാര്യമാണ് പറഞ്ഞത്. കളിക്കാവളെ അങ്ങനെ പോകേണ്ടി വരും കേട്ടോ. നേരത്തെ ബസ് കുറവാണ്. ഉണ്ടോ നോക്കാം. പോയി നോക്കാം. KSRTC ഉണ്ടെങ്കിലാ ഇവിടുന്ന് KSRTC ഓക്കെ ആയിരിക്കും ഗൈസ്. ഇവിടുന്ന് ട്രെയിൻ റേഡിഷൻ ഉണ്ടെന്ന് അറിയാൻ പാടില്ല. അത് വേറെ പ്രശ്നം. റേഡിഷൻ ഉണ്ടെന്നോ? അവിടെ പോയിട്ട് എന്താ കാര്യം? ഇല്ല ആ ട്രെയിനിൽ പോകാൻ ചൂസ് ചെയ്തു. പക്ഷേ ട്രെയിനിൽ നടന്നാൽ പോവാം. ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബസ് കയറി പോവാം. നമ്മൾ നടന്നു പോവാൻ നടരാജ വണ്ടി എവിടെ പോയാൽ നമുക്ക് നടരാജ വണ്ടി കിട്ടും. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഭയങ്കര രക്ഷ ഇതാണ്. എന്താ എന്തായാലും നമുക്ക് പോവാം. കന്യാകുമാരി ഏതൊരു ബസ് സ്റ്റാൻഡിൽ ഇരിപ്പുണ്ട്. ബസ് സ്റ്റാൻഡിൽ ബസ്സൊന്നുമില്ല. ഇവിടെ നിന്ന് തിരുവനന്തപുരം വണ്ടി കിട്ടണം. തിരുവനന്തപുരം വണ്ടി കിട്ടണം. തിരുവനന്തപുരം വണ്ടി എപ്പോഴാണ് കിട്ടും പറഞ്ഞില്ല. ഇവിടെ വെയിറ്റിംഗ് ആണ്. എപ്പോഴാണോ പറഞ്ഞില്ല നോക്കാം. സുധീൻ വിഷ്ണുവിനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആലോചിച്ചാൽ പറ്റും. നേരെ വണ്ടിയിട്ട് അടിപൊളിയാവും. കിട്ടിയ പണി മാറും. ഇവിടെ നിന്ന് കന്യാകുമാരി തിരുവനന്തപുരത്തേക്ക് ബസ് ഈ സമയത്ത് ഇല്ല. വൈകിട്ടില്ല.
അപ്പോൾ നമ്മളിനി വടശ്ശേരി പോകണം. വടശ്ശേരി പോയിട്ട് അവിടെ നിന്ന് വേണം തിരുവനന്തപുരം ബസ് കയറാനായിട്ട്. അപ്പോൾ അതിന് വടശ്ശേരി കൂടെ ബസ് കയറി ഇരിക്കുകയാണ്. സ്തുതി വിഷ്ണു ബാക്കിൽ ഇരിപ്പുണ്ട്, അത് കാണൂല. എന്തായാലും നമുക്ക് വടശ്ശേരി പോയിട്ട് അവിടെ നിന്ന് തിരുവനന്തപുരം വണ്ടി എടുക്കുക. കേസ് നമ്മൾ വടശ്ശേരിയിൽ നിന്ന് അടുത്ത തിരുവനന്തപുരം വണ്ടിക്ക് ഇതും തമിഴ്നാട് വണ്ടിയാണ്. ആ വേറെ സീൻ മൊത്തം പണിയാണ്. ഇപ്പോൾ ഇരിക്കുന്നത് പെണ്ണുങ്ങളുടെ സീറ്റാണ്, ആങ്ങളുടെ സീറ്റ് കാണുന്നത്. ബാക്കിയൊക്കെ ഇനി പോകുന്നതൊക്കെ കാണിച്ചു തരാം. എന്തെങ്കിലും പ്രശ്നമാണെന്ന് പറയാം. എടുത്ത് ബസ് സ്റ്റാൻഡിലോട്ട് ഇറങ്ങി മിക്കവാറും തിരുവനന്തപുരത്ത് രാത്രി 10 മണിക്കാവും തോന്നുന്നു. അതെന്തായാലും ആവും. ഇപ്പോൾ സമയം 8:30 ആയി. 10 മണി അവരോട് അല്ലേ? 10 മണി കഴിഞ്ഞു. 10 മണി കഴിഞ്ഞു. വിഷ്ണു ഞങ്ങൾക്ക് ഇവിടെ ഡോമറ്ററി എടുത്തത്. അവന് പോകാൻ വേണ്ടിയിട്ട് ലേറ്റായി. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കട്ടെ വരട്ടെ. ഞാറിത് അതിൻ്റെ അകത്തോട്ട് പോയിട്ടാണ് പോയി തിരിച്ചിറങ്ങി വരട്ടെ. ഡോമറ്ററി ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ചായ കുടിക്കാൻ കൊണ്ട് പോവുകയാണ്. വഴി പറഞ്ഞു തരുമെന്ന്. ഓക്കെ, അപ്പം നമ്മൾ പോവാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബർ പേര് ചെയ്തോളൂ. വീട് തിരുവല്ലാണ് ഗൈസ്. വീട് ആനിയുടെ പേര്. തിരുവല്ലത്തൊക്കെ ഇടയ്ക്കൊക്കെ ഇടാറുണ്ട് ആ വഴിക്കൊക്കെ. അപ്പോൾ ഞാൻ ഇന്ന് ഏർപ്പെടുന്നത് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ രാവിലെ തന്നെ ഇവിടുന്ന് പോവുകയാണ്, വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ പോട്ടെ, എന്നിട്ട് ബാക്കി വീട്ടിൽ ചെല്ലണം പെട്ടെന്ന്. ആ പോലീസ് കാവൽ നിർത്തിയിട്ട് എല്ലാം തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ഇതൊക്കെ പോലീസുകാരുടെ ബ്ലോക്കാണ്. എന്തോരം ബ്ലോക്കാണ് നോക്കി. അടുത്ത ഇവിടെ നടുവോട്ട് ബ്ലോക്കാണ്. പോയി ഇത് പോലീസ് വിചാരിച്ചാൽ ബ്ലോക്ക് മറ്റെല്ലാ സിനിമയെ പരമ്പര കലൂര് മുതലുള്ള ബ്ലോക്കാണ്. കഴിഞ്ഞ അത്ര ബ്ലോക്ക് പോരണ്ടോ എന്ന് പറഞ്ഞത്. പഴയ കേസ് നമ്മൾ നെടുമ്പങ്ങാട് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ബസ് കയറിയിരിക്കുകയാണ്. അതാ നമ്മൾ വീട്ടിലേക്കുള്ള ബസ് കയറി. ഇനി അരമണിക്കൂറുണ്ട് പോവാം. ഫൈനൽ കേസ് നമ്മൾ പരുത്തിക്കുഴി ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ്. പരുത്തിക്കുഴി ജംഗ്ഷനിൽ താഴത്തിറങ്ങിയത്. അപ്പോൾ മല കയറണം, പതുക്കെ ഉള്ളിൽ കൂടെ മല കയറി പോകണം. അവിടെ അടുത്ത് വഴി ആറ്റ് സൈഡിൽ കൂടെ പതുക്കെ നമ്മൾ കിടന്ന് പോകണം. സ്റ്റുഡിയോയിൽ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്, ഞാനിങ്ങനെ കുറേ നടക്കുന്നുണ്ട്. നല്ല ക്ഷീണമുണ്ട് ശരിക്കും പറഞ്ഞാൽ. രണ്ടുപേർക്കും വീട്ടിൽ പോയിട്ട് കിടന്ന് ഉറങ്ങിയാൽ കൊള്ളാൻ നിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പേടിയുണ്ട് പോയിട്ട്. പിന്നെ അലക്കാനും കുളിക്കാനൊക്കെ ഉണ്ട്. അതൊരു പണിയാണല്ലോ. നമ്മളെ വീട്ടിൽ പോകാം. പതുക്കെ വെച്ച് കിടന്ന് കുറച്ച് മോരുകളും കുടിച്ചിട്ട് പോകാം. ഭയങ്കര ക്ഷീണമുണ്ട്, ചൂട് കൂടുതലാണ്. അപ്പോൾ കഴിച്ച് നമ്മൾ ഓരോ സോഡാ മോരും കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഇനി വീട്ടിലേക്ക് പതുക്കെ നടന്ന് കയറണം. അതിനുള്ള ഓട്ടത്തിലാണ് നമുക്ക്. തേങ്ങയുടെ ഫ്രണ്ടിൽ പോകാൻ ഞാൻ ബാക്കിൽ പോകുന്നുണ്ട്. പതുക്കെ നടന്ന് പോകാൻ പോകുന്നതൊക്കെ ചിലപ്പോൾ നമുക്ക് ഭക്ഷണം കിട്ടാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ മുകളിൽ നമ്മളകത്ത് ഇതാവാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ മരണ വീട്ടിൽ നിന്ന് സഞ്ജയനാണ് അല്ലേ നിഷു, അവിടെ ചിലപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ കഴിക്കണമെങ്കിൽ കാണിക്കാൻ വീഡിയോ കാണിക്കാം. ഇന്ന് അവിടെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ ഉണ്ടാവാം. രാത്രിക്കും അവിടെ തന്നെ ആയിരിക്കും തോന്നുന്നു അല്ലേ? രാത്രിക്ക് അവിടെ തന്നെ ആയിരിക്കും ഫുഡ്. അത് നോക്കാം, അത് പതുക്കെ നടന്ന് പോവാം. ഇന്നൊരു ഈവനിങ് വ്ലോഗ് എന്തായാലും എടുക്കും നമ്മൾ. അപ്പോൾ അത് ഇവിടെ നിന്ന് എടുത്തിട്ട് പോകാൻ പ്ലാൻ ചെയ്യും, കട്ട് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ ട്രാവൽ വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ വന്നപ്പോൾ തേങ്ങ ഫസ്റ്റ് തന്നെ കടന്ന് പാവം നല്ല ക്ഷീണമുണ്ട്. യാത്ര ചെയ്ത് തളർന്നിട്ട് പിന്നെ മാത്രമല്ല ഉറക്കം കുറേയൊക്കെ മിസ്സായതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ ആദ്യം വന്നപ്പോൾ ആൾ ഫാനായിട്ട് കിടന്നു. കിടന്ന് നോക്കട്ടെ, ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാം. നമ്മുടെ ട്രാവൽ ഇത്രയൊക്കെ ഉള്ളൂ. താമസിച്ചത് പുതിയ എന്തെങ്കിലും വിശേഷം എനിക്ക് ബൈ ഫ്രം RJ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻസിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. പിന്നെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് നമ്മൾ മറക്കാതെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ കമൻസൊക്കെ താമസം റിപ്ലൈ ചെയ്യാനായിരിക്കും. എന്തായാലും റിപ്ലൈ പെൻഡിങ് കൊണ്ട് ക്ഷമിക്കുക. എന്തായാലും ഫാസ്റ്റ് റിപ്ലൈ ഒക്കെ തരാൻ ശ്രമിക്കാം. അപ്പോൾ പുതിയൊരു വിശേഷമായിട്ട് താമസം വരുമ്പോൾ ബൈ ഫ്രം RJ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.